ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമായിട്ടോ വീഡിയോ ഒക്കെ ഇടുന്നത്. അധികം അങ്ങനെ ഇടാനൊന്നും പറ്റാറില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കോവിലിൽ തേപ്പൂയാണ്. അപ്പോൾ തേപ്പൂയത്തിനോടനുബന്ധിച്ചിട്ടുള്ള കണ്ണലാട്ടൊക്കെയാണ് ഈ കാണുന്നത്. പനമണ്ണ സൗത്ത് പനമണ്ണ ശ്രീ സുബ്രഹ്മണ്യ കോവിലിലാണ് തേപ്പൂയ കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലത്തിനേക്കാളും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണാട്ടം ലാസ്റ്റ് ആ ടൈമിലാണ് അമ്പലത്തേക്ക് അപ്പം എത്താൻ പറ്റിയത്. രാവിലെ മുതൽ അമ്പലത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തേക്ക് കണ്ണാട്ടം ഫുള്ളായിട്ട് കാണാൻ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റിയില്ല. അപ്പം അമ്പലത്തേക്ക് ആ നേരത്തെ എത്താൻ കുറച്ച് ലേറ്റായി. ഏട്ടൻ്റെ അമ്മയും വീട്ടിൽ നിന്ന് വിടുന്ന ഏട്ടനും അമ്മയും അനിയത്തിയൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവരേനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ഇവിടേക്ക് അവരേനായിട്ട് വരുമ്പോഴേക്കും കണ്ണലാട്ടം കുറച്ച് കഴിയാറായിരുന്നു. അപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് ഇതാ വെളിച്ചപ്പാട് തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം വെളിച്ചപ്പാടാണ് കണ്ണലാട്ടത്തിൽ കൂടെ ഓടി നടക്കുക, അതിൽ കൂടെ നടക്കുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഇതാണ് നമുക്ക്. അത്രയും തീൻ്റെ മേലെ കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നൂലുമ്പും കാര്യം വൃത്തം അതൊന്നും ദൈവത്തിൻ്റെ ഒക്കെ ഒരു ഇതാണല്ലോ. അപ്പോൾ അത് കാണാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതാ കൊട്ടും മേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെളിച്ചപ്പാട് തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു പ്രാവശ്യമായിട്ട്. എല്ലാ കൊല്ലത്തിനേക്കാളും നല്ല അതിനേക്കാളും ഇരട്ടി തിരക്ക് പോലെ പ്രാവശ്യം തോന്നി. അങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ കൊല്ലം ഇപ്പോൾ 2-3 വർഷമായിട്ട് ആനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മനുഷ്യരി രാജേന്ദ്രനായിരുന്നു ആന. അപ്പോൾ ആനേനൊക്കെ രാവിലെ എത്തിയായിരുന്നു കേട്ടോ. അപ്പം കറക്റ്റ് ഒരു 7 മണിക്ക് താലങ്കുളത്തിലും പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ 7 to 8 മണി വരെ കറക്റ്റ് ഈ മേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 8 മണിയാകുമ്പോൾ നാടൻപാട്ടായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നാടൻപാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം അടിപൊളി നാടൻപാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പാലക്കാടുള്ള ഒരു ടീംസിൻ്റെയാണ്, പച്ചപ്പനന്തത്ത പറഞ്ഞ ടീംസിൻ്റെയാണ് നാടൻപാട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു കാണാനൊക്കെ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് പറയേണ്ട, കമൻസായിട്ട് രേഖപ്പെടുത്തണം കാര്യങ്ങളൊക്കെ. എല്ലാവരും ലാസ്റ്റിൽ നല്ല തീയിലൊക്കെ അങ്ങനത്തെ നല്ല രസമുണ്ടായിരുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും കാണാൻ പ്രാവശ്യത്തെ താല്പര്യം അടിപൊളിയായിട്ടുണ്ട്.